ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പം ആദ്യം ഞാൻ എണീറ്റിട്ട് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് പൊട്ടൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയിരിപ്പുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട്. അമ്മ അപ്പം ഉണ്ടാക്കുന്നുണ്ട് അടുക്കളയിൽ. നമുക്ക് അടുക്കളയിൽ പോയി എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് നോക്കാം. റെഡിയായി ഇറങ്ങി അമ്മൂമ്മയെ ആദ്യം കണ്ട്. അമ്മൂമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെന്ന് അമ്മയെ കണ്ടപ്പോഴത്തേക്ക് അമ്മ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ അമ്മ എനിക്കൊരു ടാസ്ക് തന്നു, പൈപ്പ് ശരിയാക്കാൻ വേണ്ടി. എന്തിനമ്മ എന്ന് കേട്ടത് ആ പൈപ്പ് ശരിയാക്കാൻ പറഞ്ഞാണ്. കാരണം ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോഴേ എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു ടാസ്ക് ഏൽപ്പിക്കും. അന്നാ സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കൊടുക്കാം എന്ന് വിചാരിക്കില്ല, അപ്പം തന്നെ പറയും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ആ ഒരു കലിപ്പായിരുന്നു ഞാൻ കാണിച്ചത് എന്തരമ്മ എന്നിലൂടെ. ഈ പൈപ്പ് ശരിയാക്കണതിന് മുമ്പ് തന്നെ ഞാൻ മുകളിൽ പോയിട്ട് പൈപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു, കാരണം വെള്ളം മൊത്തം ലീക്കാവും. അതുകൊണ്ട് ഇത് നോക്ക്, ഇത് നമ്മളൊരു ചെടിയൊക്കെ നടാനുള്ള സ്ഥലം സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ടോയ്ലറ്റ് ആയിരുന്നു, പക്ഷെ അത് ഞാൻ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരാം. ആ അടച്ച പൈപ്പ് തുറക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ മുകളിലോട്ട് പോയത്. അപ്പോൾ ഇന്ന് ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. കുറച്ച് കറികൾ വെച്ചിട്ട് ഒരു കുഞ്ഞു പൊതിച്ചോറ്. അപ്പോൾ നമുക്കതുണ്ടാക്കാം. ഇവിടെ ഭയങ്കര വെയിൽ, നമുക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോവാം. ഇപ്പം രാവിലെ ഒരു 10-11 മണിയായി. അപ്പോഴാണ് ഞാൻ ഈ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ, ഒരു 4:30 കഴിക്കുമ്പോൾ എല്ലാവരും. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഫ്രീസറിൽ നിന്ന് മീൻ എടുത്തുകൊണ്ട് വന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ മീനെടുത്ത് വെള്ളം ഒഴിച്ച് വെച്ച് ഇനി നമുക്ക് പൊട്ടറ്റോ അരിഞ്ഞെടുക്കും. പണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്. ഏകദേശം അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തടുത്തായി വന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും സാധാരണ വരുന്നതിനെക്കാട്ടി സൂപ്പറായിട്ട് വന്നേ. അതിനിടയ്ക്കാണെങ്കിൽ അപ്പം ചുടുന്നുണ്ട്, പിന്നെ പാത്രം കഴുകി വെച്ച്. ഈ പാത്രം കഴുകി വയ്ക്കുന്നതും ഈ ക്യാമറ നോക്കുന്നതും എല്ലാം കൂടെ ഒരുമിച്ച് പറ്റത്തില്ല. പാത്രം അപ്പം കഴുകി വെച്ചാൽ എളുപ്പമാകും കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഈ ദിവസം മാത്രം പാത്രങ്ങൾ അപ്പം കഴുകി വയ്ക്കുന്നുണ്ടായിരുന്നേ. ഇതെങ്കിൽ അവസാനം തന്നെയാണ് എല്ലാം കഴുകുന്നത്. എന്നിട്ട് ഞാൻ പുളിച്ചമ്മന്തിക്കുള്ളതും കൂടെ അരച്ച് വെച്ച് അതിൻ്റെ കൂടെ. പുളിച്ചമ്മന്തിയും മുട്ടയും ഈ ഒരു ഉരുളൻകിഴങ്ങ് വിഴുക്കുരട്ടിയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങാനും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ മുട്ടയ്ക്ക് പകരം ഫിഷ് ഫ്രൈ ആക്കിയത്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വിച്ചിക്കുട്ട എന്താ വന്നു. ഇതാണ് കൂർക്കയും കൂടെ നമുക്ക് വയ്ക്കാം. ഇത് നമ്മൾ ലിസ്റ്റിലില്ലായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഉണ്ടാക്കാൻ. കൂർക്ക ഇങ്ങനെ കഴിയാ പോരെ, ഇതിവിടെ വെച്ച് ചെയ്താൽ ശരിയാവൂല. നമുക്ക് വേറൊരു രീതി നോക്കാം. ഇതേപോലെ ഒരു സഞ്ചിയില് ഇതെടുത്തിടാമേ. നമുക്ക് നല്ലപോലെ ഇങ്ങനെ സിമന്റ് കല്ലിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കാം. ഈ കൂർക്കയുടെ തൊലി കളഞ്ഞെടുക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഇനി കൂർക്കയുടെ തൊലി കളഞ്ഞാലും അതിനിടയിൽ ഈ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വേരിൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് കളയൊക്കെ വലിയ ടാസ്ക്കാണ്. നല്ലപോലെ കളഞ്ഞില്ലെങ്കിലോ അതും ഒരു വിഷയമാവും. ഞാനേ മീൻ പൊരിക്കാൻ വേണ്ടി അരപ്പുരട്ടി വെക്കാണ്. ഇപ്പം മണി 1 നമുക്ക് പെട്ടെന്ന് തന്നെ ഇല ഒക്കെ എടുത്ത് എല്ലാം സെറ്റാക്കണം. ഞാൻ കൂർക്കയുടെ കാര്യത്തിൽ വിഷയമാവുമെന്ന് പറഞ്ഞാൽ എന്തിട്ടെന്നറിയാമോ? കാരണം മണ്ണ് ചവയ്ക്കും. മണ്ണ് ചവച്ച് നമുക്ക് പിന്നെ അത് കഴിക്കാൻ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കൂർക്ക വയ്ക്കാവേ. നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വെക്കണേ. ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോഴത്തേക്ക് നല്ലപോലെ മണ്ണ് ചവച്ചായിരുന്നു. ജാറിൽ തികയാത്തതുകൊണ്ട് ഞാൻ 2 സെക്ഷനായിട്ട് അരച്ചിട്ട് മീനൊക്കെ വെച്ച് അടുപ്പിൽ വെച്ച് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മീനങ്ങനെ ഇട്ട് കൊടുക്കായിരുന്നേ. ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നേ. നമ്മുടെ മീൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉരുളൻകിഴങ്ങ് വിഴുക്കുവരട്ടിയാവുന്നു, മീൻകറി ആകുന്നു. ഞാൻ പറഞ്ഞ ഉരുളൻകിഴങ്ങ് വിഴുക്കുവരട്ടി അവിടെ ഇരുന്ന് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ കൊതി വരുന്നത് അത് കഴിക്കാൻ വേണ്ടി. അന്ന് ഞാൻ ഉണ്ടാക്കി കഴിച്ചാണേ, എന്നിട്ട് എനിക്ക് കൊതി വരുന്നു. നല്ല ടേസ്റ്റാണേ കഴിക്കാൻ. ആ ഉരുളൻകിഴങ്ങ് വിഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ഒന്നും സത്യത്തിൽ വേണ്ട. ഇതിനിടയ്ക്ക് അമ്മ ചോറ് റെഡിയാക്കി. എന്നിട്ട് വന്ന് ബഹളം വെള്ളം എടുത്ത് വയ്ക്കാൻ വേണ്ടി. ഞാൻ പിന്നെ വെള്ളം എടുത്ത് വെച്ച്. എന്നിട്ട് ഞാൻ പോയി ഇല വെട്ടിക്കൊണ്ടുവന്ന്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിറച്ച് വാഴയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇല വെട്ടിക്കൊണ്ടുവന്നത്. അപ്പം കൂർക്ക കൂടെ ആവണം, കുറച്ചുകൂടെ ആവണം. ഇതൊന്ന് നോക്കിയാൽ കാണിച്ചു കിട്ടാൻ.
ഇതിനി കുറച്ചുകൂടെ ആവണം. ഇതാണ് നമ്മുടെ അവസാനത്തെ സാധനം ഇനി ആവാനുള്ളത്. അതുകൂടെ ആവണം. പക്ഷെ നമുക്ക് അതിനു മുമ്പേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. 4 ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 ഇല ഞാൻ എണ്ണമൊന്നും നോക്കി എടുത്തില്ല, പക്ഷേ 4 ഇല എടുത്തു. ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി കളഞ്ഞു. ഇത് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇല വാട്ടി എടുത്തിട്ട് വേണം പൊതിച്ചോറിന് പൊതിയാൻ. അപ്പം ഞാൻ ഇല വാട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചോറ് പൊതിഞ്ഞ് വയ്ക്കാം. എന്നിട്ടൊരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കാരണം എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പൊതിഞ്ഞ് തുടങ്ങാം. പൊതിയാനായിട്ട് ഞാനൊരു 3-4 സ്പൂൺ ചോറ് ഇട്ടിട്ടുണ്ട്. കാരണം 4 പൊതിയല്ലേ ഉള്ളൂ. ഇവിടെ കഴിക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പുളിച്ചമ്മന്തി, പിന്നെ 2 കഷ്ണം പൊരിച്ച മീൻ, പിന്നെ ഉരുളൻകിഴങ്ങ് വിഴുക്കോട്ടി, നമ്മൾ കൂർക്ക അയിലിരുന്ന് അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ പൊതിയാൻ അറിയത്തില്ല. സാധാരണ അമ്മയാണ് പൊതിഞ്ഞായിരുന്നത്. ഇന്ന് അമ്മേനെ കണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പൊതിഞ്ഞ് വെച്ച്. പിന്നെ നമുക്ക് കഴിക്കാനല്ലേ, എവിടെയും കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ. അവിടെ പൊതിഞ്ഞ് വെച്ചാൽ പോരെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പൊതിഞ്ഞ് വെച്ച്. എന്നിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എനിക്കിപ്പോഴും കാണുമ്പോൾ കൊതിയാവുന്നു. സത്യമായിട്ട് അടിപൊളിയായിരുന്നു പൊതിച്ചോറ്, സൂപ്പറായിരുന്നു. പൊതിയലും വീഡിയോ എടുക്കലും കൂടെ നടക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മിന്നുവിനെ ഏൽപ്പിച്ചേ. കൂടെ വിച്ചു ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 3 പേരും കൂടെയാണ് പൊതിഞ്ഞ് കെട്ടി വെച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിക്കി വന്നിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ ഇങ്ങനെ ചേച്ചി എനിക്ക് കൂടെ വേണേന്ന് പറഞ്ഞിട്ട് പോയി. പോലെയൊക്കെ 4 പൊതി ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പം അതിൽ നമുക്ക് ഞാൻ പഴു പൊരിച്ചിട്ടുണ്ടായിരുന്നേ, അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചോറ് രണ്ട് മണിക്കൂർ വിശന്നിരിക്കാനുള്ളതൊന്നും ആയിരിക്കില്ല. കുറച്ച് കൂട്ടി മീൻകറി സൂപ്പർ. പ്രാന്തിയെ പോലെ വരണേ. ഇത് 3:30, 4, 5:30 പൊറിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ചേച്ചി 2:30 ആയോളൂ. 3:30, 4:30. 2:30 ഇതിലെ അത് ചോറെല്ലാം ചോറെല്ലാം ഇലയിൽ പിടിക്കുള്ളൂ. അത് പരുവിൻ്റെ കൂടെ തിന്നണം. കൊള്ളാമോ അപ്പ? സൂപ്പർ എന്ന് പറ. ഓക്കെ ഗൈസ്, നമ്മൾ പൊതിച്ചോറിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ പൊതിച്ചോറ് വെച്ചേക്കണം അതൊന്ന് സെറ്റാവാൻ. അതുകൊണ്ട് ഞാനിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഞാൻ എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോ ഇതാ വന്നു എൻ്റെ അമ്മ എണ്ണയും കൊണ്ട്. ഞാൻ അമ്മയ്ക്ക് എണ്ണ തേക്കുകയാണ്. ഞാൻ എണ്ണ തേച്ച് 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 അമ്മയുടെ മുടി നല്ലപോലെ വളർന്നു. ഗായ്സ് വാവച്ചു വന്നു ഗായ്സ്. ഞാൻ ഉറങ്ങി എണീറ്റപ്പോ എന്റെ വാവച്ചീനെ കണ്ട്. അല്ലേ വാവച്ചി? ചോറ് ഇങ്ങോട്ട് എടുത്ത് വെച്ച് ചോറുണ്ടാൻ പോവേണ്. ഹായ് പറ വാവച്ചി. ഹായ് എന്ന് പറ. ഹായ് ഹായ്. എല്ലാവർക്കും 2 പൊരിച്ച മീനുണ്ട്. ഇത് വേണ്ടോ? എല്ലാം ഉള്ളു ഉപയോഗം. സൂപ്പർ സൂപ്പർ എന്ന് പറ. സൂപ്പർ സൂപ്പർ എന്ന് പറ. ഇങ്ങനെ പറ. സൂപ്പർ. അങ്കി വന്നു. അവച്ചെടുത്ത് ഒളിപ്പിച്ചോ. അയ്യോ അവച്ച് ക്ലോസ് ചെയ്യണേ. വീട്ടേശിക്കുണ്ട് അപ്പം. സൂപ്പ് അടിപൊളി. പൊതിച്ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പേ നോക്കാൻ വേണ്ടി ഇറങ്ങി. വാവാച്ചു വന്നിരുന്നു നമ്മളിവിടെ പേ നോക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ അടുക്കിന് നിന്ന് പേ നോക്കി. പിന്നെ വാവാച്ചിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ അവിടെ ഇരുന്ന് എടുത്ത് പേ നോക്കുന്നതായിട്ട്. പിന്നെ എനിക്ക് നല്ല ചൊറിച്ചിലായിരുന്നു തല. അങ്ങനെ നോക്കാറിങ്ങിയാണ്. പക്ഷെ ഫുൾ താരനായിരുന്നു. എൻ്റെ തലയിൽ ഇച്ചിരി ഡാൻഡ്രഫ് ഉണ്ട്. അതിനിപ്പോൾ ക്ലീനാക്കി എടുക്കണം. അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ തേക്കാൻ വേണ്ടി കയറി. 3 ദിവസം കഴിഞ്ഞ് ഞാൻ കുളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആണ് എന്തോ നല്ല വിയർക്കുന്നതുകൊണ്ടായിരിക്കും താരം കൂടിയത്. പിന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഗുരുവായൂരത്തേക്കുള്ള. അതൊന്ന് കാണാം. അപ്പോഴേ കോപ്പിറൈറ്റ് പേടിച്ച് ഞാൻ പാട്ട് ആഡാക്കുന്നില്ലേ. അപ്പം ഒരു കുഞ്ഞു പോർഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലാതെ ഇനിയിപ്പം ഞാൻ ഗുരുവായൂർ കളിച്ച ഡാൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുമ്പോഴത്തേക്ക് അതിൽ പാട്ടൊക്കെ ആഡ് ചെയ്തിട്ടിടാം. പിന്നെ വിച്ചുകുട്ടൻ്റെ ഒരു ചെറിയ ഷോർട്സ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ച് പോയി കുളിച്ച് ഞാൻ എണ്ണ തേച്ചൊക്കെയായിരുന്നു. തലയിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എണ്ണ തേക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ബോട്ടിൽ കാണിച്ചു തന്നല്ലോ. എണ്ണ തേക്കായിരുന്നു. തേച്ചിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇപ്പോൾ ഒരു 9:30 ഇനി ഷോർട്സിന്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ഡെയിലി കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷോർട്സ് എടുക്കാൻ പോവാണ്. എന്നാ ശരി, ബൈ ബൈ.